ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളെ, മനുഷ്യസ്നേഹികളെ, സമൂഹത്തിന്റെ മറ്റു പല തലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇന്ന് ഈ സമ്മേളനം ഈ ജനസാഗരങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായത്തിനുള്ള നിലവിളിയാണ്, സത്യത്തിന്റെ വിളംബരമാണ്, മൂല്യങ്ങൾക്കുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി ഇത്രമേൽ പ്രാധാന്യം നൽകപ്പെടുന്നത്. നമ്മളിത് ചെയ്തില്ലെങ്കിൽ നാളെ ഒരു സമുദായം ഇവിടെ കടന്നു വരും. നമ്മുടെ മക്കൾ, നമ്മുടെ പിൻകാലക്കാർ, അവർ ചോദിക്കും, എന്തുകൊണ്ട് വാപ്പ, എന്തുകൊണ്ട് ഉപ്പ, എന്തുകൊണ്ട് എന്റെ പിതാവ് ഇതിനൊന്നും ഉച്ചരിച്ചില്ല, ശബ്ദം ഉയർത്തിയില്ല, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നില്ലേ, ആരും ഇതിന് ഉച്ചരിച്ചില്ലേ എന്ന് ചോദിക്കപ്പെടും. അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കൾ അവർ ഒരിക്കലും ഫലസ്തീനി ജനതയിലെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ, അവർ അനുഭവിക്കുന്ന യാതനകൾ പോലെ ആവരുത്. നമ്മുടെ മക്കൾ ഇത് അനുഭവിക്കരുത്. അല്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്ത് തെറ്റാണ് ഫലസ്തീനികൾ ചെയ്തത്? എന്ത് തെറ്റിന്റെ പേരിലാണ് അവരെ കൊല്ലുന്നത്? മുൻകഴിഞ്ഞ കാലങ്ങളിലെല്ലാം അറബികൾ ഇസ്രായേലിനെതിരെ നടത്തിയുള്ള യുദ്ധങ്ങളിലെല്ലാം അവർ പരാജയപ്പെട്ടിട്ടുണ്ടായേക്കാം. എന്ത് തെറ്റാണ് അതിൽ ഫലസ്തീനികൾ അവരോട് ചെയ്തിട്ടുള്ളത്? അവർ കപ്പൽ കടന്ന് യുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു രാജ്യമില്ലാതെ കടന്നു വരുമ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ അന്ന് ഫലസ്തീനികളെ ഉണ്ടായിരുന്നുള്ളൂ. ബാൽഫർ ഡിക്ലറേഷന് ശേഷം തന്റെ രാജ്യം, തങ്ങളുടെ രാജ്യം വിഭജിച്ചു കൊടുത്തുകൊണ്ട് ഇസ്രായേലിന് ജീവിക്കാൻ നാട് കൊടുത്തത് അന്ന് ഫലസ്തീനികളാ. പിന്നെ എന്തിന് കൊന്നു? എന്തടിസ്ഥാനത്തിൽ കൊന്നു? ഇന്ന് നാളെയുടെ തലമുറയെ അവർ ഇല്ലാതെയാക്കുകയാണ്. നാം അത് കാണുകയാണ്, നാമായ മനുഷ്യനത് കാണുകയാണ്, ഉച്ചരിക്കുന്നില്ല. എന്തേ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന അമ്മമാരെ, പൊടിക്കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെ കയ്യിലേന്നിരിക്കുന്ന അമ്മമാരെ, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് ഇതിന്റെ ഭീകരത മനസ്സിലാക്കാൻ സാധിക്കുക? നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ കഫം പുടവയിൽ പൊതിഞ്ഞുകൊണ്ട് രക്തത്തിൽ കുളിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഓരോ ദിവസം പ്രതി ദിവസം കടക്കുന്തോറും ഫലസ്തീനിലെ ഓരോ ഉമ്മമാരത് കാണുന്നുണ്ട്, കരയുന്നുണ്ട്. ചോദിക്കുന്നില്ല ആരും. എന്തേ മിണ്ടാതിരിക്കുന്നത്? എന്തേ മിണ്ടാതിരിക്കുന്നത്? പ്രശസ്ത UN പ്രവർത്തകനായിട്ടുള്ള ടോം ഫ്ലെച്ചർ ഒരു കാര്യം സഭയിൽ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവിടുത്തെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ആ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടെയുള്ള നായ്ക്കൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെയുള്ള തെരുവിലെ മനുഷ്യരെല്ലാം പട്ടിണി കൊണ്ട് മരക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഇതേ തെരുവുകളിലൂടെ ഞാൻ നടക്കുമ്പോൾ അവിടുത്തെ നായ്ക്കൾ തടിച്ചു കൊഴുത്ത് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതാണ് ഫലസ്തീന്റെ അവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ഫലസ്തീൻ കുഞ്ഞ് മറുപടി പറയുന്നുണ്ട്. ഞങ്ങളുടെ മാംസം തിന്നുകൊണ്ട് ഇവിടുത്തെ നായ്ക്കൾ തടിച്ചു കൊഴുക്കുന്നു, കുഞ്ഞുങ്ങളുടെ മാംസത്തിന് ഇത്ര രുചിയാണെന്നവർ പറയുന്നു. ഇതാണ് അവിടുത്തെ ഭീകരത, സയനിസ്റ്റ് ഭീകരത. അല്ലെങ്കിൽ ഞാനൊരു മുസൽമാനാണ്, ഞാൻ പറയുന്നു ഇങ്ങനെയൊരു സയനിസ്റ്റ് ഭീകരത, അല്ലെങ്കിൽ ഇത് ഒരു സയനിസ്റ്റ് ഇസ്ലാമിക ഭീകരതയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതല്ല. മറിച്ച് ഇതൊരു മാനവികതയുടെ പ്രശ്നമാണ്. കൊല ചെയ്യുന്ന ഭീകരരെ ഒരു ദാക്ഷിണ്യവും ദയവുമില്ലാതെ അങ്ങ് എറിഞ്ഞു തള്ളുന്നു. എന്തിന്? അങ്ങ് യൂറോപ്പിൽ നിങ്ങൾ പോയി നോക്കണം. ഫ്രാൻസ് ഫലസ്തീനെ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചു. എന്തേ? അവർക്കങ്ങ് രാജ്യമില്ലാത്ത, അവർക്ക് രാജ്യശക്തി ഇല്ലാത്തത് കൊണ്ടാണോ? എന്താണ് യൂറോപ്പ്? അവരുടെ ശക്തി എന്താണെന്ന് അറിയാത്താണോ? അവർ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നതിന് പകരം ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അവർക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. അതുപോലെ UN സംഘടനയിലേക്ക് ഒരു പ്രസിഡന്റ് കയറി വരുന്നുണ്ട്. അവർ കരഞ്ഞുകൊണ്ട് അവരുടെ പ്രസംഗം സംസാരിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാനൊരു പ്രസിഡന്റാണ്, എനിക്ക് നിൽക്കാൻ ഉറച്ച ഒരു സ്ഥാനമുണ്ട്, എനിക്ക് നിൽക്കാൻ ശക്തമായ വാക്കുകളുള്ള ജനതയുണ്ട്. പക്ഷേ ഞാനൊരു അമ്മയാണ്, ഒരമ്മയാണ്. ഇങ്ങനെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞില്ലെങ്കിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാം? പട്ടിണി കിടന്ന് മരിക്കുകയല്ലേ ഫലസ്തീനികൾ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഒരു പ്രസിഡന്റ് ഫലസ്തീനിലെ UN ഐക്യദാർഢ്യ സഭയിൽ വന്ന് പറയുന്നുണ്ട്. നാണിക്കണം, ശബ്ദമുയർത്തണം. ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലാതാകുന്നു. അങ്ങ് ന്യൂയോർക്ക് മുതൽ ലണ്ടൻ വരെ, ടോക്കിയോ മുതൽ പാരീസ് വരെ, കൈറോ മുതൽ ജക്കാർത്ത വരെ, ധാക്ക മുതൽ കറാച്ചി വരെ ഉയരട്ടെ ഫ്രീ ഫലസ്തീൻ. ഇന്തിഫാദ, ഇന്തിഫാദ, ഫ്രം റിവർ ടു ദ സീ, ഫലസ്തീൻ വിൽ ബി ഫ്രീ. നാളെ അവർ മരിച്ചേക്കാം,
പോരാട്ട വീര്യത്തിൽ കുതരാതെ, അമരാതെ, ഇല്ലായ്മ ചെയ്യപ്പെടാതെ പോരാടുക തന്നെ ചെയ്യണം, ചെയ്തേ മതിയാകൂ. ഞാൻ നിർത്തുന്നു. നിങ്ങൾ എന്റെ വാക്കുകളെ ഉൾക്കൊള്ളണം, സംസാരിക്കണം, പോരാടണം. ഞാൻ നിർത്തുന്നു. നമസ്കാരം.